ആദ്യം തന്നെ ഇടതുപക്ഷം എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു ഇന്ത്യയിൽ എന്നുള്ള വിഷയത്തിലോട്ട് നേരിട്ട് അങ്ങോട്ട് വരാം. ചരിത്രത്തിലോട്ടും പോകുന്നില്ല. ഭാരതം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷത്തിന് വളരാൻ ഏറ്റവും നല്ല മണ്ണായിരുന്നു. എല്ലാം നൽകും. പിന്നെ എന്ത് പറ്റി എന്നുള്ളതാണ് ചോദ്യം. ഞാനതിൽ 3 കാര്യങ്ങൾ പറയാം, 4 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഭാരതത്തിലെ ജനങ്ങൾ. അവരുടെ ഇടയിൽ നിരീശ്വരവാദമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതാദ്യം കാലം നിൽക്കൂല. 2, ജാതി ചിന്ത. ഇതൊക്കെ നല്ല കാര്യമെന്നല്ല പറയുന്നത്, ഇതുണ്ട് എന്നുള്ള പറയുന്നത്. ജാതി ചിന്ത ഏറ്റവും അധികമുള്ള ലോകത്തിലെ ഏക രാഷ്ട്രം ഭാരതമാണ്. ഈ തീർപ്പ് അതുകൊണ്ടാണ് കാൾ മാർക്സിന് ഇത് മനസ്സിലാവുന്നത്. കാൾ മാർക്സിന് ജാതിയെ പറ്റി അറിയില്ല, മതത്തിനെ പറ്റി അറിയാം. നമ്മുടെ സെബാസ്റ്റ്യൻ ബോൺ പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു മാറ്റം വരുത്തരാം. അദ്ദേഹം നിരീശ്വരവാദി എന്നൊന്നും പറയാനൊന്നും പറ്റൂല. അന്ന് ദ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൂലധനം ഇരുന്നിരുന്നത് ക്രൈസ്തവ സഭകളുടെ കയ്യിലായിരുന്നു. അദ്ദേഹം അതിന് ഇസ്ലാമിനെ പറ്റിയിട്ടോ ഹിന്ദു മതത്തെ പറ്റിയിട്ടോ സിഖ് മതത്തെ പറ്റിയിട്ടോ ഒന്നും എഴുതിയതായിട്ട് എൻ്റെ അറിയില്ല. ഫസ്റ്റ് എസ്റ്റേറ്റ് ഫ്രഞ്ച് റവല്യൂഷന്റെ കാലഘട്ടത്തിൽ ആദ്യം അടിക്കുന്നു പറഞ്ഞത് ഫസ്റ്റ് എസ്റ്റേറ്റ് ആയ ക്ലർജിയാണ്. നിർഭാഗ്യവശാൽ ആ സമയത്ത് അവിടെ ഉള്ളത് ക്രൈസ്തവ മതമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ഇത് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ഏത് പാർട്ടിയാണ് ഏതെങ്കിലും ജാതിക്കോ മതത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നോ ആ പാർട്ടിയെ ജയിക്കുള്ളൂ. അത് മുസ്ലിമുകളുടെ ഇടയിലായാലും വേണ്ടില്ല. നിങ്ങൾ നോക്കൂ, മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? മുസ്ലിം ലീഗ് ഇവിടെ മജ്ലിസ് ഇത്തിഹാദീനുൽ മുസ്ലിമീൻ ഹൈദരാബാദിൽ, നാഷണൽ കോൺഫറൻസ് ഇവിടെ ശ്രീനഗറിൽ. അപ്പൊ ഇത് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും, ഈ മേഘാലയ മിസോറാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ ഉള്ളതൊക്കെ ക്രിസ്ത്യൻ പാർട്ടികളാണ്. അവർ പല രൂപത്തിലൊക്കെ വരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ക്രിസ്ത്യൻ പാർട്ടികൾ തന്നെ അതൊക്കെ പേരുകൾ ചിലപ്പോൾ ക്രിസ്ത്യൻ ഇട്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. മേഘാലയ പീപ്പിൾസ് പാർട്ടി, അതിൽ ഈ സംഗമങ്ങളാണ് അധികം പേരും. ഗാരോ വർഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളാണ് അവര് പ്രൊട്ടസ്റ്റന്റുകളാണ്, അവർ കത്തോലിക്കരല്ല. അപ്പോ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പ്രശ്നം ജാതി വേണ്ട. അതിനെ മതത്തിന്റെ കാര്യത്തിൽ ഒന്നും കൂടെ പോവാം. മതത്തിന് ഏറ്റവും അധികം എതിർത്ത ഇന്ത്യയിൽ ആരാണ്? ക്രൈസ്തവരൊന്നും അല്ല, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരല്ല. പെരിയാർ EV രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹം ശ്രീരാമന്റെ ഒരു ബിംബെടുത്തൊരു ചെരുപ്പ് കൊണ്ടടിച്ച് തൃപ്ലിക്കേനിലൂടെ ഘോഷയാത്ര നടത്തി. ഇന്നെന്താ സ്ഥിതി തമിഴ്നാട്ടില്? DMK ഭരണത്തിലുണ്ട്, പക്ഷെ മതം മാഞ്ഞൊന്നും പോയിട്ടില്ല. അവിടെ DMK വിവിധ ജാതി പാർട്ടികളായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടാണ് ഭരണം തുടരുന്നത്. അത് നിരീശ്വരവാദം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. കനിമൊഴി ഞങ്ങളുടെ പരിപാടിക്ക് വന്നിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ നിരീശ്വരവാദിയാണ്? ഞാൻ നിരീശ്വരവാദിയാണ്, ഒരു തർക്കവുമില്ല എന്ന് കനിമൊഴി പറയുന്നത്. പക്ഷെ ആ നിരീശ്വരവാദം റോട്ടിലിടുന്നില്ല അവർ പണ്ടത്തെ മാതിരി, പെരിയാറിന്റെ മാതിരി. അത് മൂടി വെച്ചിരിക്കുക. അടുത്തത് അംബേദ്കർ. ഇതും വിവാദപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അംബേദ്കർ ഹിന്ദു മതം വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു വിപ്ലവം വന്നേനെ. ഹിന്ദു മതം വിട്ട് ബൗദ്ധ മതത്തിലോട്ട് പോയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക് കുറയാണ് ചെയ്തത്. ഇപ്പൊ രണ്ടാമത് അദ്ദേഹം ഉയർന്നെഴുന്നേറ്റ് വന്നു, അത് വേറെ വിഷയമാണ്. അത് കാശിറാമും മായാവതിയും പിന്നീടുണ്ടായ അനന്തര സംഭവങ്ങളും കോൺഗ്രസും CPM ഒക്കെ, CPM അല്ല കോൺഗ്രസും നമ്മുടെ BJP ഒക്കെ അവരെ പുറകെ നടക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ കാലഘട്ടം ആലോചിച്ച് നോക്കണം. അതിൽ തന്നെ ജാതി വന്നു. മഹാർ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് അംബേദ്കർ. അതുകൊണ്ട് ആ പാസ്വാന്മാരും കൂട്ടരൊന്നും അദ്ദേഹത്തിനോട് പോയില്ല. രണ്ടാമത്തെ വിഷയം. മൂന്നാമത് ശാക്തീകരണം. നമ്മളിപ്പോ ന്യൂനപക്ഷങ്ങളുടെ ശാക്തീകരണത്തെ പറ്റി പറയുന്നു. ഇത്തവണത്തെ NDA ഗവൺമെന്റിൽ ഒരു മുസ്ലിം MP ഇല്ല, ഒരു ക്രൈസ്തവ MP ഇല്ല, ഒരു സിഖ് MP ഇല്ല, സിഖ് മതത്തിൽപ്പെട്ട MP പോലും ഇല്ല. ആകെയുള്ള ഒരു ന്യൂനപക്ഷം ആരാന്ന് പറയുമോ? ബുദ്ധിസ്റ്റ് MP, അത് കിരൺ റിജ്ജു. പിന്നെ നമ്മൾ അറിയാത്തൊരു ന്യൂനപക്ഷമുണ്ട്, അത് അമിത് ഷായാണ്. അദ്ദേഹത്തിന്റെ പേര് ബുദ്ധന്റെ പേരാണ്, അമിത് ഷാ മുസ്ലിം പേരുമാണ്. അദ്ദേഹം ജൈന മതത്തിൽപ്പെട്ട ഒരു വിചിത്രമായിട്ടുള്ള ഒരു ജീവിയാണ്. അതെല്ലാം കൂടെ കൂടിയതാണ്. അദ്ദേഹം ജൈന മതത്തിൽപ്പെട്ടാണ്, അപ്പൊ ന്യൂനപക്ഷമാണ് ഇത്രയില്ലേ. പക്ഷെ മൂപ്പരാണ് ഹിന്ദുത്വയുടെ ടോർച്ച് ബെയറർ. മനസ്സിലായി? കൊഴലൂത്തുകാരനായിട്ട് നടക്കുന്നത് മൂപ്പരാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അവരാണുള്ള ഭൂരിപക്ഷം.
അപ്പൊ ഞാൻ പറഞ്ഞ തിയറി കറക്റ്റാണല്ലോ. അപ്പൊ ശാക്തീകരണത്തിന്റെ വിഷയം വന്നപ്പോ ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ ആദ്യ കാലഘട്ടത്തിൽ അതിന്റെ നേതാക്കന്മാര് മുഴുവനും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. വാല് മുറിച്ച് കളഞ്ഞതിനെ കൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടി, അതുവരെ നിങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ, ഞാൻ ബീഹാറിൽ പഠിച്ച ആളാണ്. അവിടെ കമ്മ്യൂണിസ്റ്റിന്റെ സ്റ്റാലിൻഗ്രാഡ് ഓഫ് ബീഹാർ, ബേഗുസറായ്, അവിടെയാണ് കനയ്യകുമാർ തോറ്റ് തുന്നം പാടിയത്. തെലുങ്കാന, ആന്ധ്രാപ്രദേശിൽ 6 കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എംപിമാര്. ബീഹാറിലെ പട്നയിൽ റാം അവതാർ ശാസ്ത്രി, ഞാൻ ചെല്ലുമ്പോൾ CPI-യുടെ ഇതൊക്കെ ആദ്യം CPI കേട്ടോ, CPM അല്ല ഞാൻ പറയുന്നത്, ആദ്യം CPI ആണ് പോയിട്ടുള്ളതൊക്കെ. അപ്പൊ അത് എന്തുകൊണ്ട് പോയി എന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ? അത് പോയതിന് കാരണം ഇത് 2 കാര്യങ്ങൾ അഡ്രസ് ചെയ്യാത്തതിനെ കൊണ്ടാണ്. ഒന്ന് നിരീശ്വരവാദം, രണ്ടതിലെ ജാതിവാദം. അപ്പൊ എന്താ കാരണം? ഈ സംവരണത്തിന് വേണ്ടിയിട്ട് മുന്നിൽ നിന്നിട്ടില്ല. സംവരണം കേരളത്തിൽ നടപ്പാക്കി, പക്ഷെ ബംഗാളിൽ നടപ്പാക്കിയില്ല. ബാക്കി പല സ്ഥലങ്ങളിലും പറഞ്ഞിരുന്നത് സംവരണം സാമ്പത്തിക സംവരണമാണെന്ന്. ഇന്ത്യയിൽ എന്തുണ്ടായി? ഭാരതീയ ജനതാ പാർട്ടി സാമ്പത്തിക സംവരണത്തെ പറ്റി ഒന്നും പറയുന്നില്ല. അവർ ഉള്ളിക്കൂടി EWS കടത്തി, ഇപ്പുറത്തെ വസ്തു ജാതി സംവരണം നടപ്പാക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 3-4 കാരണങ്ങൾ കൊണ്ടാണ്. അതൊരു ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം ഡീറ്റെയിൽ ഡിസ്കഷൻ വന്ന് നാളെ പത്രത്തിൽ വരുമ്പോൾ എന്തോ ഒരു പാർട്ടി അറ്റാക്ക് ചെയ്യുന്നു, അതല്ല. ഇതിനെല്ലാവരും ഉത്തരവാദിയാണ്. ഇന്ത്യ ഭരിച്ചിരുന്ന എല്ലാവരും ഉത്തരവാദിയാണ്. അതായത് ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ പിടിച്ച് മന്ത്രിയാക്കി, അതിപ്പോ നമുക്കറിയാലോ, NDA മന്ത്രിസഭയിൽ ഒരുപാട് മന്ത്രിമാരുണ്ട്. അവർ ചായ കുടിച്ചിരിക്കുക അല്ലാതെ, അല്ലെങ്കിൽ കട്ട്ലറ്റ് തിന്നിരിക്കുക അല്ലാതെ ക്യാബിനറ്റ് മീറ്റിംഗിൽ വേറെ ഒന്നും നടക്കണില്ല. അമിത്ഷാ നോട്ട് കൊടുക്കും, ഇയാൾ നടപ്പാക്കും. ഇതെല്ലാം നമ്മൾ വായിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ വെസ്റ്റ് ബംഗാൾ നമുക്ക് എടുക്കാം, 29% മുസ്ലിം. അപ്പൊ നേരത്തെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ അവരിലോട്ടൊരു വഴി കാണണ്ടേ നമുക്ക്, മാർക്സിസ്റ്റ് വഴി. ആ മാർക്സിസ്റ്റ് വഴിയുടെ പരാജയമാണ് അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഞാൻ ആ കൂട്ടത്തിൽ പെട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ തന്നെ മുസ്ലിം ലീഗിൽ ചേർന്നേനെ. ഞാൻ ചേർന്നില്ലല്ലോ, ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല ഇല്ലല്ലോ. അപ്പോ നമ്മൾ തന്നെ തെളിവ്. ആ ശാക്തീകരണത്തിന്റെ വഴി വെസ്റ്റ് ബംഗാളിൽ നടപ്പാക്കിയില്ല. അവിടെ നമ്മൾ ഈ പോളിറ്റ് ബ്യൂറോ ഒക്കെ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ലീഡർ, ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ EMS തൊട്ടിട്ട് പിണറായി വിജയൻ വരെയുള്ള കേരളത്തിലും, പ്രമോദ് ദാസ് ഗുപ്ത തൊട്ടിട്ട് ജ്യോതി ബാസു തൊട്ടിട്ട് വിമൻ ബോസ് വരെയൊക്കെ ഉള്ള നേതാക്കന്മാരെ എടുത്താൽ പരിശോധിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ എന്ന് പറയും. അപ്പൊ ശാക്തീകരണം, ലാലു പ്രസാദ് യാദവിനോട് ഒരിക്കൽ ചോദിച്ച്, ഈ റോഡുകളൊന്നുമില്ലല്ലോ അവിടെ ബീഹാറിൽ, മര്യാദക്കുള്ള റോഡൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാർ അല്ലെങ്കിൽ റോഡ് ഉപയോഗിക്കാറില്ല, അവർ കട്ടവണ്ടിയിലേക്കാണ് പോകണം, അവർക്ക് ഇതൊക്കെ മതി. പക്ഷെ അവർക്ക് ഒരു യാദവനെ ബീഹാറിലെ മുഖ്യമന്ത്രിയാക്കി ഒരു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത് കാണാൻ അവർക്ക് ശാക്തീകരണത്തിന്റെ പ്രതീകമായിട്ട് ഞങ്ങൾക്ക് ആവശ്യം. അപ്പൊ ശാക്തീകരണത്തിന്റെ കാര്യം ഞാൻ ഇപ്പോഴൊക്കെ ഓഫ്കോഴ്സ് ഇപ്പൊ ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ഇപ്പൊ നമുക്കറിയാം, രാജ്യസഭയിലായാലും ലോക്സഭയിലും ആയാലൊക്കെ ഇപ്പോൾ ഉള്ള കാര്യങ്ങളിൽ. ഞാനിതൊക്കെ എല്ലാം പഴയ കാര്യങ്ങൾ പറയണം, ചില പഴയ കാര്യങ്ങളാണല്ലോ. ശ്രീ പിണറായി വരുമ്പോഴത്തേക്കും വൈകിപ്പോയി. അദ്ദേഹത്തിന്റെ ഒക്കെ ചിന്താഗതിയുള്ള കുറച്ച് ആൾക്കാർ മുമ്പ് വരണമായിരുന്നു, എല്ലാവരെയും കൊണ്ട് ഉൾക്കൊണ്ടുപോകാൻ. അല്ലാതെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി ആദ്യ കാലഘട്ടത്തിൽ എടുത്ത വിളവുണ്ടായില്ല. അതെന്താ ചെയ്തതെന്ന് വെച്ചാല്, കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് കുറെ പേരെ കേന്ദ്രമന്ത്രിമാരും, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വ്യത്യാസം പറഞ്ഞുതരാം. ബീഹാർ മുഖ്യമന്ത്രിയാക്കി 1972 അബ്ദുൽ ഗഫൂറിനെ, 1971 രാജസ്ഥാനിൽ ബർക്കത്തുള്ള ഖാനെ കേന്ദ്രമന്ത്രിയാക്കി, അല്ല ചീഫ് മിനിസ്റ്റർ ആക്കി. അവർക്ക് എന്ത് പവർ ഉണ്ടെന്നുള്ള എംപവർമെന്റ് ആണ് അത് കാണിക്കുന്നത്. 1975 അബ്ദുറഹ്മാൻ ആന്ദുലിനെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാക്കി. എത്രയോ കേന്ദ്രമന്ത്രിമാരെ, എത്രയോ ഗവർണർമാരൊക്കെ അവർ സൃഷ്ടിച്ചു. അതുകൊണ്ട് അവർക്ക് ആ വോട്ട് ബാങ്ക് കുറെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റി. ഇപ്പോഴും ആ വോട്ട് ബാങ്ക് അത്യാവശ്യമൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇപ്പൊ പിന്നെ നെഗറ്റീവായി പോയിരിക്കുകയാണ്, കാരണം BJPക്ക് എതിരായിട്ടുള്ള വോട്ട് ബാങ്ക് ആയിട്ട് മാത്രം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇനിയിപ്പോ നല്ല കാര്യങ്ങൾ പറയാം ഭാരതത്തിൽ, മോശപ്പെട്ട കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ. ഇതിപ്പോ കേട്ട ഒരു കരച്ചില്, ന്യൂനപക്ഷങ്ങൾക്കൊന്നും കിട്ടിയില്ല, അങ്ങനെയൊന്നുമല്ല. ഈ ലോക ഭരണഘടന പരിശോധിക്കുകയാണെങ്കിൽ, ലോകത്തിലെ ഏത് ഭരണഘടനയും നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കും
പിന്നോക്ക വിഭാഗങ്ങൾക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ഏറ്റവും അധികം പരിഗണന കൊടുത്തിട്ടുള്ള ഭരണഘടന ഏതാണെന്ന് വെച്ചാൽ ഭാരതത്തിന്റെ ഭരണഘടന. അത് അംബേദ്കർ അതിൽ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടാണ്. ഞാൻ അംബേദ്കർ പറഞ്ഞ ഓരോ വാക്കുകൾ, അംബേദ്കർ ഒരു തമാശയും കൂടെ പറയാം, അംബേദ്കർ മതം മാറി. അത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ആദ്യം PT പറഞ്ഞപ്പോ ഇസ്ലാം ഇസ് എ ക്ലോസ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞു. അത് PT ഉണ്ടാക്കിയതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന്. അത് ഉണ്ടാക്കിയത് അംബേദ്കറാണ്. അംബേദ്കറോട് ചോദിച്ച് ഏത് മതം സ്വീകരിക്കും എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഐ വാസ് ബോൺ എ ഹിന്ദു ബട്ട് ഐ വിൽ നോട്ട് ഡൈ എ ഹിന്ദു. അപ്പൊ ചോദിച്ച് ഏത് മതം സ്വീകരിക്കണം. അപ്പൊ അദ്ദേഹത്തിന് അനാലിസിസ് ഉണ്ട് എന്തുകൊണ്ട് അദ്ദേഹം ബൗദ്ധമതം സ്വീകരിച്ചു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ക്ലോസ്ഡ് സൊസൈറ്റി ആവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ മെച്ചവും കിട്ടും, പുറത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ മെച്ചം കിട്ടില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത്. ക്രൈസ്തവ മതത്തെ അദ്ദേഹം സാമ്രാജ്യത്വത്തിന്റെ ഒരു ഉപകരണമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ സിഖ് മതത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു സിഖ് മതം ഇവിടെ വന്നിട്ട് എന്താ കാര്യം, ഇപ്പോഴും സിഖ് മതത്തിൽ ജാതി നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം പറയും. ഈ ബൂട്ടാ സിംഗ് ഉണ്ട്, അദ്ദേഹം മസബി സിഖാണ്, അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് സിഖാണ്. അപ്പൊ അതേമാതിരി അംബേദ്കർ പറഞ്ഞു ക്രൈസ്തവ മതത്തിലും ദളിതുകളുണ്ട്, അതുകൊണ്ട് ആ മതം മാറിയത് കൊണ്ട് ഗുണമില്ല. പിന്നെ ഏത് മതമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അംശങ്ങളുള്ള ബൗദ്ധമതം ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പൊ തിരിച്ചു വരാം നമ്മുടെ ഭരണഘടനയിൽ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ന്യൂനപക്ഷമല്ലേ, ഇപ്പൊ ചർച്ച ന്യൂനപക്ഷത്തെ പറ്റിയിട്ടാ. ഈ ലോകത്തിലെ ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിട്ടുള്ള യു ഹാവ് ദ റൈറ്റ് ടു പ്രൊഫസ്, പ്രൊപ്പഗേറ്റ് ആൻഡ് പ്രീച്ച് യുവർ റിലീജിയൻ. ഞാൻ ആ ക്രിസ്ത്യൻ കോളേജിന്റെ അവിടെയാണ് എൻ്റെ വീട്, നേരെ മുമ്പിലാണ്. അവിടെയാണല്ലോ ഈ സുവിശേഷ പ്രസംഗം കേൾക്കുന്നത്. അതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഈ രാജ്യത്തിന്റെ മഹത്വമല്ലേ അത്. സുവിശേഷ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതായത് വാ ഇങ്ങോട്ട് വാ എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് വാ എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പോ അത് പരസ്യമായിട്ട് തന്നെ അത് പറയുന്നു. അതും പറയുന്നത് ആരോടാണെന്ന് വെച്ചാൽ മതപരിവർത്തനത്തിൽ വിശ്വസിക്കാത്തൊരു മതം, ഹൈന്ദവ മതം ഭൂരിപക്ഷമുള്ളടത്തും. മനസ്സിലായി? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം, സംഘടിത മതപരിവർത്തനത്തിന് ഞാൻ എതിരാണ്. കാരണം അപ്പുറത്തെ മതം അതിന് നിൽക്കാത്തോടത്തോളം കാലം, മനസ്സിലായില്ലേ, പിന്നെ നമ്മളായിട്ട് ഇറങ്ങി പുറപ്പെട്ട് ആരായാലും ന്യൂനപക്ഷങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതിന് ഞാനെതിരാണ്, ഏത് രീതിയിലായാലും, പരസ്യമായിട്ടും പരോക്ഷമായിട്ടും. ബട്ട് ദളിത് വിഭാഗങ്ങൾക്ക് പീഡനം സഹിക്കാതെ അവർ മതം മാറുകയാണെങ്കിൽ അവർ മതം മാറട്ടെ, ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു ദം. അവർക്ക് മതം മാറണോ വേണ്ടേ എന്നുള്ളത് അവർക്ക്, അങ്ങനെ നമുക്ക് അവരൊരു ചട്ടക്കൂടിനുള്ളിൽ ഇടാൻ പറ്റുമല്ലോ. അവർക്ക് മതം മാറണമെങ്കിൽ അവർ ഗിരിവർഗക്കാർക്ക് മതം മാറണമെങ്കിൽ മതം മാറിക്കോട്ടെ. പക്ഷെ അവിടെ ഈ പ്രചാരക്സ് അധികം വേണ്ട, പ്രചരണം അധികം വേണ്ട. അവർ പഠിച്ച് ഇപ്പൊ നെറ്റ് ഇന്റർനെറ്റൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ, അവർ പഠിച്ചിട്ട് അവർക്ക് മതം മാറണം വെച്ചാൽ അവർ മാറിക്കോട്ടെ. രണ്ടാമത്തെ കാര്യം ഉള്ളത് ന്യൂനപക്ഷ പദവി. ന്യൂനപക്ഷങ്ങൾക്ക് എവിടെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഒരുപാട് ഭരണഘടനകളൊക്കെ ഉള്ളിൽ കൂടെ ഭരണഘടന ഇരുത്ത് വായിക്കാനൊന്നും പറ്റില്ല, നമ്മൾ പറയാമെന്നല്ല, അതിന്റെ ജസ്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം സ്ഥാപനം തുടങ്ങാൻ, സ്വന്തം വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യാൻ, സ്വന്തം അധ്യാപകരെ അഡ്മിറ്റ് ചെയ്യാൻ എവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയും പവർ? നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പൊ ഞങ്ങൾ ന്യൂനപക്ഷ പദവിയുള്ള 100 സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് MES. പക്ഷെ ഞങ്ങൾ പ്രശ്നങ്ങളുണ്ടായ കാലത്ത് ഞങ്ങൾ പോയി പറഞ്ഞു 50% നിങ്ങളെടുത്തോ. ഇപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളിൽ അതാണ് തുടങ്ങുന്നത്. 50% മെറിറ്റിൽ വരട്ടെ, 50% കമ്മ്യൂണിറ്റിയുടെ വരട്ടെ. അന്നത്തെ തർക്കത്തിലോട്ട് ഞാൻ പോകുന്നില്ല, വലിയ തർക്കമായിരുന്നു അന്ന് ഗവൺമെന്റിന്റെ കൂടെ നിന്നത് CSI സഭയും ബിലീവേഴ്സ് ചർച്ചും ഞങ്ങളൊക്കെ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 50-50 തരാൻ തയ്യാറാണ്. മൂന്നാമത്തെ വിഷയം സംവരണം. ഈ സംവരണം എന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ, മനസ്സിലായില്ലേ, വെറും ദളിത് വിഭാഗങ്ങൾക്ക് മാത്രം 1950 പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം ഉണ്ടായിരുന്നു. 1954 കാക്കാ കാലേൽക്കർ കമ്മീഷൻ വെച്ചു കോൺഗ്രസ് പാർട്ടിയുടെ ഗവൺമെന്റ്, നെഹ്റുവിന്റെ ഗവൺമെന്റ്. എന്നിട്ട് ആ സംവരണത്തിനുള്ള ഇതെടുത്തിട്ട് കൊട്ടയിലെറിഞ്ഞു. സംവരണം കൊടുത്തില്ലാന്നേ പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ. അവിടെ കേരളത്തിൽ സംവരണം ഉണ്ടായിരുന്നു ഓൾറെഡി, പക്ഷെ EMSന്റെ കാലഘട്ടത്തിലാണ് അത് ക്രോഡീകരിച്ച ഒരു ഇതിലായത്. അതേമാതിരി തന്നെ DMK ഭരണത്തിൽ വന്നപ്പോൾ തമിഴ്നാട്ടിൽ നടപ്പാക്കി. രാജശേഖർ റെഡ്ഡിയുടെ കാലഘട്ടത്തിൽ
ആന്ധ്രയിൽ നടപ്പാക്കി. ഹാവന്നൂർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് കർണാടകത്തിൽ നിന്ന്, സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ ഈ സംവരണം, വടക്കേ ഇന്ത്യയിൽ സംവരണം ഉണ്ടായിരുന്നില്ല. ആ സംവരണം നടപ്പാക്കിയത് മണ്ഡൽ കമ്മീഷൻ. 1990 മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ്, അതിൽ ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി 1980 നടപ്പാക്കിയത് 10 കൊല്ലം കോൺഗ്രസ് പാർട്ടി പൂത്തിവെച്ചു. അവസാനം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനതാദളും ഒക്കെ കൂടെ ഭരിക്കുന്ന VP സിംഗ് ഗവൺമെന്റ് വന്നപ്പോഴാണ് അത് നടപ്പാക്കി. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ തിരുത്തലുകൾ വരുന്നുണ്ട് അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിരീശ്വരവാദം, പിന്നെ തിരുത്തല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ നടപ്പാക്കി. അത് നടപ്പാക്കിയതനുസരിച്ചിട്ടാണ് ഇന്ന് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ മുഴുവനും മൊത്തത്തിൽ വിദ്യാഭ്യാസ രംഗത്തും, ഇതിലിപ്പോ ന്യൂനപക്ഷമല്ല കേട്ടോ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമല്ല. പിന്നെ തെറ്റായ ഒരു ധാരണ പറഞ്ഞുതരാം. അമിത്ഷാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ ഒരു ധാരണയുണ്ട്. അദ്ദേഹം പറയുന്നത് മുസ്ലിമുകൾക്ക് ഞങ്ങൾ ഇവിടെ സംവരണം കൊടുക്കൂല. മുസ്ലിം സംവരണം കൊടുത്തിട്ടില്ലാന്നേ, അത് തെറ്റായ ധാരണയാണ്. മുസ്ലിമുകൾക്ക് സംവരണം കൊടുക്കണം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷൻ വെക്കും, പിന്നോക്ക കമ്മീഷൻ വെക്കും. ആ പിന്നോക്ക കമ്മീഷനിൽ ചില മുസ്ലിം ജാതികൾ, പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആസ് ദർ ആർ ബാക്ക്വേർഡ് ക്ലാസസ് ഇൻ ദ ഹിന്ദു കമ്മ്യൂണിറ്റി ടു ദ ട്യൂൺ ഓഫ് 54%, ദ സെയിം പെർസെൻറ്റേജ് is present amongst the Muslims also, and they are the following Muslim castes, which are Kasai, നായി, ബോട്ട്മാൻ, റംഗറേസ്, അതായത് നെയ്ത്തുകാരൻ. ഈ മുസ്ലിം കാസ്റ്റുകൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും 44% മുസ്ലിമുകൾ ഫോർവേഡ് കാസ്റ്റാണ്. അതാണ് അന്ന് EWS ഫോർവേഡ് കാസ്റ്റിന് സംവരണം വന്നപ്പോൾ ഞാനത് എടുക്കാൻ പോയില്ല. കാരണം ഞാനിത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിലെ ചില മുസ്ലിം നേതാക്കന്മാർ ചാടിക്കേറി അതിനെ എതിർത്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ എതിർക്കാൻ പോണ്ട. കാരണം വടക്കേ ഇന്ത്യയിലെ മുസ്ലിമുകളിൽ 56-44% പേർക്ക് ഈ സംവരണം കിട്ടും. അവർക്ക് ഈ സംവരണം കിട്ടും. അവർ ഫോർവേഡ് കാസ്റ്റ് അല്ലേ, അതിൽ വ്യത്യാസമില്ലല്ലേ. ഹിന്ദു എന്നും മുസ്ലിം ഒന്നും ഇല്ല. 44% പേർക്ക് അവിടെ സംവരണം കിട്ടി. അപ്പം അമിത്ഷാ പറയുന്ന ഇവർക്ക് എല്ലാവർക്കും കൂടെ കൊടുത്താണ് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമൊന്നുമല്ല, ഇത് ക്ലാസസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഹൂ ആർ ബാക്ക്വേർഡ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഏത് ബാക്ക്വേർഡ് ആണെങ്കിലും അവർക്ക്. പിന്നെ നമ്മുടെ തെറ്റായ ധാരണയല്ലേ ഈ ഇവിടെ കേരളത്തിലെ നായന്മാരും മറ്റവരൊക്കെ ഇവരൊക്കെ മുന്നോക്ക ജാതിയെന്ന്. അവർ മുന്നോക്കമൊന്നുമല്ല, അവർ ശൂദ്രന്മാരാണ്. പക്ഷേ പിന്നോക്കത്തിന്റെ ക്രൈറ്റീരിയയിൽ അവർ പെടുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ഒരു തർക്കവും വേണ്ട. ഹൈന്ദവ ഇതനുസരിച്ചിട്ട്, ജാതി ക്രമമനുസരിച്ചിട്ട് ഇവര് നമ്പൂതിരിമാരാണോ, ബ്രാഹ്മണരാണോ? അല്ല. ഇവർ ക്ഷത്രിയരാണോ? അല്ല. ഇവര് ബനിയാണോ, അതായത് വൈശ്യ? അല്ല. പിന്നെ ഇവരെന്താണ്? ഇവര് ശൂദ്രന്മാരാണ്. ബീഹാറിലെ യാദവർ ശൂദ്രന്മാരാണ്, ആന്ധ്രാപ്രദേശിലെ റെഡ്ഡികൾ ശൂദ്രന്മാരാണ്, കർണാടകയിലെ വോക്കലിംഗ എന്നുള്ളത് ശൂദ്രന്മാരാണ് ഇവരൊക്കെ. ആ ശൂദ്രന്മാരിൽ മുന്നോക്കം വന്നിട്ടുള്ള ജാതികൾ എംപവർമെന്റ്. ഇപ്പൊ ഞാൻ മുസ്ലിമുകളുടെ ഇടയിലും കൂടെ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. മുസ്ലിമുകളുടെ ഇടയിൽ ആരാണ് മുന്നോക്കം? ഫസ്റ്റ് പഠാൻ, അതായത് ആമിർ ഖാനും ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും സംവരണമില്ല, അവർ ഫോർവേഡ് കാസ്റ്റ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അവർ നബിയുടെ കുടുംബത്തിൽ പെട്ടാണെന്ന്. അപ്പൊ പാണക്കാട് കുടുംബത്തിന് സംവരണമില്ല, കാരണം ദേ ആർ സയ്യിദ്. സെക്കൻഡ് മുഗൾ ഇല്ല. അങ്ങനെ 4 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഈ 4 വിഭാഗത്തിനും ഇല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദേ ഹാവ് ബീൻ എ പാർട്ട് ആൻഡ് പാർസൽ of the cow of India in which they have been empowered over centuries. അതുകൊണ്ട് അവർ ഉൾപ്പെടുത്തൂല. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലുള്ള മുസ്ലിം സംവരണത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ്. OBC മുസ്ലിമുകൾക്ക് മാത്രമേ സംവരണം കൊടുക്കാൻ പാടുള്ളൂ, OBCകൾക്ക്. അപ്പൊ ചോദിക്കും കേരളത്തിലെ മുസ്ലിമുകളൊക്കെ OBC? കേരളത്തിലെ മുസ്ലിമുകൾ OBC ആണ്. എന്താ കാരണം? മാപ്പിളകളെ പറ്റി പറഞ്ഞില്ലേ, കുടിയാൻ സമരത്തെ പറ്റി പറഞ്ഞില്ലേ, കേരളത്തിൽ എത്ര ജന്മികളുണ്ടായിരുന്ന ആ കാലത്ത് മുസ്ലിം? വിരലിൽ എണ്ണാവുന്ന ജന്മികൾ, വിരലിൽ എണ്ണാവുന്ന അല്ലേ. ഇവര് ശരിക്കും ശൂദ്രന്മാരല്ല, ഇവര് അതിശൂദ്രന്മാരാണ്. അങ്ങനെ ഒരു കാസ്റ്റ് ഉണ്ട്, അതിശൂദ്ര എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അടിയിൽ തട്ട്. ഇത് ഈ ജാതി ഇങ്ങനെ തിരിച്ച് തട്ടായിട്ട് തിരിച്ച് ദളിത്, മഹാദളിത്, അങ്ങനെ തിരിച്ച് വരുമ്പോ
അതിശൂദ്ര എന്നൊരു കാസ്റ്റ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന, നായരിൽ നിന്ന് കുറച്ച് താഴത്ത് നിൽക്കുന്നത്. അപ്പൊ നായരും ശൂദ്രനാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വിജയം എന്താണെന്നറിയോ? നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട ശാക്തീകരണം കൊടുത്തു. അതിൽ ഒറ്റ ചോദ്യമുള്ളൂ, അവർക്ക് ജനസംഖ്യ ക്രമത്തിന് കിട്ടിയോ ഇല്ലെന്ന്. അത് കിട്ടൂല. എന്താ കാര്യം എന്നറിയോ? ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള 15 നിയോജകമണ്ഡലമുള്ളൂ. അത് 2 ഇവിടെ, 1 ലക്ഷദ്വീപിൽ, 3, പിന്നെ കിഷൻഗഞ്ച് ബീഹാറിൽ 2, 3 ആസാമിൽ, 2, 3 ഇവിടെ മുസോർ നഗർ, അങ്ങനെ ഒരു കാശ്മീരിലെ 3, 15. അപ്പൊ സംഘപരിവാർ എന്തിനാണ് ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെന്തിനാണ് ഭയപ്പെടുന്നത്? വെറും പാവപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പിന്നോക്കത്തിൽ പെടുന്ന വെസ്റ്റ് ബംഗാൾ മുസ്ലിമിനെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ജോലിക്കൊക്കെ ഉണ്ടാവില്ല, അവരെ കണ്ടാൽ തന്നെ അറിയാം, അവർ അതിദയനീയമാണ് അവരുടെ സ്ഥിതി. വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ, ആസാമിൽ നിന്ന് വരുന്ന ആൾക്കാർ ജോലിക്കൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ വീട്ടില്, കുക്കായിട്ടും അല്ലാതെയൊക്കെ അവർ നിൽക്കുന്നുണ്ട്. അവരെ കണ്ടാൽ തന്നെ അറിയൂലേ അവർ എത്ര ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണെന്ന്. ഇവിടെ 12,000 രൂപ ശമ്പളത്തിന് വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് ഞാൻ ബീഹാറിൽ പോയിരുന്നു. ബീഹാറിൽ പോയപ്പോൾ ഇപ്പോഴും ബീഹാറിലെ ശമ്പളം 6,000 രൂപ, 8,000 രൂപ ഇല്ലേ? അവിടെ നിന്ന് ഇവർ ഒരു 15 ഉറുപ്പ്യ കിട്ടുമ്പോഴത്തേനും അവരിവിടെ എത്തി. അവർ വീടും കൂടി, സ്ത്രീകള്, പെൺകുട്ടികളൊക്കെ ഇവിടെ ജോലിക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സമുദായത്തെയാണ് ഒതുക്കാൻ നോക്കുന്നത്. എനിക്ക് സങ്കടം. ഏതോ ഒരു ഔറംഗസീബിന്റെ കഥ പറഞ്ഞ് ഞാൻ ഈ അടുത്തിട്ടോ ഇവിടെ പോയിരുന്നു, ഹിറോഷിമ മെമ്മോറിയലിൽ, ജപ്പാനിൽ. അവിടെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവിടുത്തെ നടന്ന സംഭവങ്ങളും ആറ്റം ബോംബിട്ട ആൾക്കാർ മരിക്കുന്നു. അപ്പൊ ഒരു ജപ്പാൻകാരൻ ചുറ്റും അമേരിക്കക്കാരായിട്ടിരുന്ന് സംസാരിക്കുക. അപ്പൊ ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഒരു ദുഃഖമില്ലേ? അയാൾ പറയണ്ട അയാളുടെ വല്യച്ഛനെങ്ങാണ്ട് ബോംബിൽ മരിച്ചെന്നൊക്കെ. അപ്പൊ അയാൾ പറഞ്ഞു, ഒന്നുമില്ല, അതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അന്നത്തെ ജപ്പാൻ. ഇത് നമ്മൾ സംസാരിക്കുന്നത് എന്താ പറയുക, ഇപ്പോഴും നമ്മൾ പറഞ്ഞ ഔറംഗസീബിന്റെ പേരിടാൻ പാടില്ല, അക്ബറുടെ പേര് എടുത്തു കളയണം, മറ്റവരുടെ പേര് അവരങ്ങനെ നടത്തി. 1500 കൊല്ലങ്ങൾ മുമ്പ്, അല്ല 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഗോരി ഇവിടെ അത് ചെയ്ത്, മുഹമ്മദ് ഗസനി അത് ഇത് ചെയ്ത്. ആരെങ്കിലും ഇങ്ങനെ ചരിത്രത്തിന്റെ ഇങ്ങനെ പുറകിലോട്ട് പോവുമോ? 2ാം ലോക മഹായുദ്ധം, ഞാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഇസ്ലാമോ ഫോബിയ അടക്കമുള്ള കാര്യങ്ങളെ പറ്റി പറയണേ. 2ാം ലോക മഹായുദ്ധം 1945 അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ നടക്കണമെന്നറിയോ? ഈ ജർമ്മനിയും ഈ ജപ്പാനും USA കൂടെ ചേരാണ്. നൗ ജർമ്മനി ഈസ് എ പാർട്ട് ഓഫ് നാറ്റോ ആൻഡ് ജപ്പാൻ ഇസ് എ പാർട്ട് ഓഫ് ക്വാഡ്. അപ്പൊ അവർക്ക് ആ വിരോധം ഉണ്ടോ? പിന്നെ രണ്ടാമത് നമ്മൾ കാണുന്ന ഒരുമിച്ച് നിന്ന സോവിയറ്റ് റഷ്യയും ഇവരും കൂടെ തമ്മിൽ കമ്മ്യൂണിസ്റ്റിന്റെ പേരിൽ ശീതസമരം, അല്ല ശീതയുദ്ധം, അല്ലെ കോൾഡ് വാർ നടക്കുന്നത്. അപ്പൊ നമ്മൾ മാത്രം ഇങ്ങനെ ന്യൂനപക്ഷങ്ങളും വെറുതെ ഇരുന്ന് ഞാനിങ്ങനെ ഔറംഗസീബിന്റെ കുടുംബത്തിൽപ്പെട്ടാണെന്ന് അടിച്ചു വിടണ്ട. അതും കൂടെ ഉണ്ട് കൂട്ടത്തിൽ പറയുമ്പോ. എന്റെ വല്യച്ഛൻ ഔറംഗസീബിന്റെ കുടുംബത്തിൽ, എന്റെ ഖദീജ, അങ്ങനെ അടിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. അവർ ബ്രാഹ്മണരാണെന്ന് കടിച്ചളയും ചുമ്മാ. അല്ലെങ്കിൽ ഞങ്ങൾ അത് പറയുമ്പോൾ ഖദീജ കൊടുങ്ങല്ലൂർ ഞങ്ങൾ പറയും ഞങ്ങൾ ചെയർമാൻ പെരുമാളിന്റെ കുടുംബത്തിൽപ്പെട്ടാവും. കിടക്കട്ടെ, ചേരയുടെ കുടുംബത്തിൽപ്പെട്ടാവാ, പെരുമാളിന്റെ കുടുംബത്തിലല്ല. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഇത് വമ്പ് കാണിക്കുന്ന ആൾക്കാരോടുണ്ട്. അപ്പൊ ആ വമ്പ് കാണിക്കുന്ന ആൾക്കാർ ഉള്ളപ്പോ നാച്ചുറലി ഒരു ക്ലാഷ് വരാൻ സാധ്യതയുണ്ട്. പഴയ പേരുകൾ ചിലപ്പോൾ മാറ്റേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ചിലതൊക്കെ മാറ്റിന്നിരിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ അത് ഈ പഹയർക്കെതിരായിട്ട്, ഇപ്പോഴത്തെ ആൾക്കാർക്കെതിരായിട്ടാണ് ചെയ്യണമെന്നത് ശരിയല്ല. അതേമാതിരി തന്നെ ചരിത്രത്തിന്റെ ഏടുകൾ മാറ്റുന്നത് ശരിയല്ല. മുഗൾ കാലഘട്ടം എടുത്തു കളയാ, എന്നിട്ട് പിന്നെ പറയാം 1000 പള്ളി ഇവിടെ പൊളിച്ചിട്ടുണ്ട്, അതിന് യാതൊരു എവിഡൻസും ഇല്ല എന്നുള്ള ഇസ്ലാമോ ഫോബിയൊക്കെ. ഏതായാലും ന്യൂനപക്ഷങ്ങൾ അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാൻ നമ്മുടെ PT പറഞ്ഞാണ്, ഞാൻ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് PT പറഞ്ഞതാണ്. അപ്പോ PT പറഞ്ഞ് ഇവിടുത്തെ മതസംഘടനകൾക്ക് വോട്ടില്ല. 100% ഞാൻ PT-യുടെ കൂടെ ചേരുകയാണ്. കാരണം അങ്ങനെ ഒരു വോട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോളേജുകളിൽ MBBS-നും മറ്റേ BTech-നും MTech-നും LLB-ക്കും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവഹേളിക്കുന്നതിന് തുല്യമോ? അവർക്ക് എന്താ ഒരു ബോധമില്ലേ? അവർക്ക് എന്താ പഠിക്കാൻ പറ്റുന്നില്ല? അവർക്ക് വിവരമില്ലേ? അപ്പൊ പക്ഷെ അതിന്റെ പുറയിൽ നടന്നുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാരും മറ്റേ ഘോഷയാത്രയിൽ ചേരുന്നതിനെ ഞാൻ എതിർക്കുന്നു. അവിടെ ഒരു ഘോഷയാത്ര ഉണ്ടല്ലോ, ഒരു ബിഷപ്പ് വരുമ്പോൾ ഓടിച്ചെല്ലാനും, ഒരു മതപണ്ഡിതന്റെ, ഒരു മുസ്ലിം മതപണ്ഡിതന്റെ കല്യാണത്തിന് ഓടിച്ചെല്ലാനും, അല്ലെങ്കിൽ അവരൊക്കെ സ്റ്റേജിൽ മേൽ കയറ്റി എത്തിയിട്ട് പലസ്തീനെ പറ്റി സംസാരിക്കാനും
ഒക്കെ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വേണമെച്ച ഒരു സർവേ നടത്തിക്കോ, ഐ വിൽ ഗിവ് യു അതിന്റെ സബ്സ്ട്രേറ്റ് ഞാൻ തരാം. 10,000 MESന്റെ വിദ്യാർത്ഥികളെ വിളിച്ചു ചോദിക്കുക, അവർ വോട്ട് ചെയ്യുന്നത് മതസംഘടനകളുടെ പേരിൽ ആണോ, മതസംഘടനകൾക്കാണോ, അതോ മറ്റു പല കാര്യങ്ങളുണ്ടോ, ഇപ്പോൾ രാഷ്ട്രീയമായിട്ടാണോ? ഞങ്ങൾ നടത്തിയ ഇതിൽ ഞങ്ങൾ നടത്തിയവര് നിങ്ങൾ പറയാതെ ബയസ്ഡ് ആണ്, അത് വേണ്ട, നിങ്ങൾ നടത്തിക്കൊള്ളൂ. 5000 പെൺകുട്ടികളടക്കം അവർ പങ്കെടുത്തതിൽ ഒരു 5% പോലും മതസംഘടനകൾ പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞതിനോട് ഞാൻ യോജിക്കും. ക്രൈസ്തവ സഭയെ പറ്റി പറഞ്ഞു, PT പറഞ്ഞതിനോടും വല്ലാതെ വ്യക്തികളുടെ പുറമൊന്നും നടക്കണ്ട, അവരവിടെ ഇരുന്നോട്ടെ, അങ്ങോട്ട് ഇവർ ആക്രമിക്കാനും നിൽക്കണ്ട. ഇതേലെ ഏത് സിവിൽ കോഡ് മാറ്റണം, അത് മാറ്റണം, ഇത് മാറ്റണം, അതിനൊന്നും നമ്മൾ പോകണ്ട. നമ്മൾ ഇവിടെ രാഷ്ട്രീയമാണ്. സിവിൽ കോഡ് മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഖദീജയെ കടത്തിക്കോട്ടെ, അവർ ഖദീജന്റെ വിപ്ലവം നടത്തുന്നുണ്ട്, മനസ്സിലായില്ലേ? കാരണം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പ്രതീകമാണ്. എൻ്റെ ഒരു ബന്ധുവാണ്, അപ്പൊ എനിക്ക് കളിയാക്കാനായിട്ടുള്ള അവകാശമൊക്കെ ഉണ്ട്. അപ്പോ അത് അവർ നടത്തിക്കോട്ടെ. നമ്മൾ മതപരമായ കാര്യങ്ങളിൽ പോയി ഇടപെടുകയെ അപ്പുറത്തും പോണ്ട പ്രോത്സാഹിപ്പിക്കാനായിട്ട്, ഇപ്പുറത്ത് തടയാനും പോണ്ട. രാഷ്ട്രീയമായിട്ട് നിൽക്കട്ടെ, ന്യൂനപക്ഷ രാഷ്ട്രീയം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് ക്രൈസ്തവ രാഷ്ട്രീയമായാലും. പിന്നെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇടക്കിടക്ക് കേരളത്തിലെ കേരള കോൺഗ്രസ് ഇങ്ങനെ പിളരും. അപ്പോൾ ഒരു കഷ്ണം ഇവരോട് ചേരും, നിങ്ങളോട് ഇടയ്ക്ക് ചേരും, പിന്നെ ആ കഷ്ണം തിരിച്ചു പോകും, അപ്പൊ വേറൊരു കഷ്ണം വന്ന് ചേരും. അപ്പൊ വോട്ടൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും ഇന്ത്യ ടുഡേ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പോൾ അനുസരിച്ചിട്ട് 80% ഓഫ് ദ ക്രിസ്ത്യൻസ് വോട്ട് ഫോർ ദ UDF and 66% of the Muslims vote for the UDF. ഇതാണ് അവരുടെ ഇന്ത്യ ടുഡേ നടത്തിയ ഇതിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് പോയിന്റ്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാം കാഴ്ചപ്പാടിൽ വലിയൊരു വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.